ഓം വിഷ്ണു സഹസ്രനാമ സ്തോത്രം ശ്ലോകം 70. മഹർഷി കപിലാചാര്യ കൃതജ്ഞോ മേദിനീപതി ത്രിപദസ്ത്രിദശാധ്യക്ഷോ മഹാശൃംഗ കൃതാന്തകൃത്. ഹരിയോം. ഹരിയോം. 531 നാമം മഹർഷി കപിലാചാര്യ. വേദത്തെ മുഴുവനും കണ്ടറിയുന്നവൻ മഹാഋഷി, മഹർഷി. ആ മഹർഷിയായിട്ടുള്ള കപിലാചാര്യനായിട്ട്, കപിലമൂർത്തിയായിട്ട് ഭഗവാൻ അവതരിച്ച ആ ഒരു കഥ ഭാഗവതത്തിലുണ്ട്. കർദമ പ്രജാപതിയുടെയും ദേവഹൂതിയുടെയും മകനായി കപില മഹർഷിയായിട്ട് ഭഗവാൻ സ്വയം ജാതനായി എന്ന് പറയുന്നു. ഈ കപില മഹർഷിയാണ് സാഖ്യശാസ്ത്രത്തിന്റെ ആചാര്യൻ. പരിശുദ്ധമായ ആത്മതത്വത്തിന്റെ വിജ്ഞാനത്തെ, ആ ഒരു അറിവിനെയാണ് സാഖ്യം എന്ന് പറയുന്നത്. ഈ സാഖ്യശാസ്ത്രത്തിന്റെ ആചാര്യനാണ് കപില മഹർഷി. അങ്ങനെ മഹർഷിയും കപിലാചാര്യനുമായിട്ടുള്ള ഭഗവാൻ എന്ന് അർത്ഥം. 532 നാമം കൃതജ്ഞ. കൃതം എന്നാൽ ഭഗവാനാൽ ചെയ്യപ്പെട്ട ഈ ജഗത്ത്, ജ്ഞ എന്നാൽ ഏതൊരു ഭഗവാനിൽ നിന്നാണോ വന്നത് ആ ആത്മസ്വരൂപൻ എന്ന അർത്ഥത്തിലാണ് ജ്ഞ. അപ്പോൾ കാരണരൂപമായ ആ പരമാത്മാവും കാര്യരൂപമായ ജഗത്തും രണ്ടും ഭഗവാൻ തന്നെ എന്നതിനാൽ കൃതജ്ഞ. 533 നാമം മേദിനി പതിഹി. മേദിനി ഭൂമി, ഭൂമിയുടെ ഭർത്താവ് എന്ന അർത്ഥത്തിൽ മേദിനി പതിഹി. 534 നാമം ത്രിപദ. വാമനാവതാരത്തിൽ ബലിയുടെ ആ ദർപ്പം ശമിപ്പിക്കാൻ 3 അടിയെ വച്ചവൻ എന്ന അർത്ഥത്തിലാണ് ത്രിപദ. 535 നാമം ത്രിദശാധ്യക്ഷ. ത്രിദശാധ്യക്ഷ, ജാഗ്രത് സ്വപ്ന സുഷുപ്തി അവസ്ഥയിലും ഉണർന്നിരിക്കുന്ന ബോധസ്വരൂപനായിരിക്കുന്ന ആ പരമാത്മ ചൈതന്യമാണ് ഈ 3 രൂപത്തിനും സാക്ഷിയായിട്ടിരിക്കുന്നത്. അതാണ് അധ്യക്ഷനായിരിക്കുന്നത്. ജാഗ്രത്തിൽ നമ്മൾ ഉണർന്നിരിക്കുന്നു എന്ന് തോന്നുന്നുവെങ്കിലും യഥാർത്ഥത്തിൽ അത് മായയിലെ ഉണർന്നിരിപ്പാണ്. അത് കഴിഞ്ഞ് നമ്മുടേതായ സ്വപ്നലോകം, അവിടെ നമുക്ക് പുറമേയുള്ള ലോകത്തെക്കുറിച്ചുള്ള ആ ബോധം നഷ്ടപ്പെട്ട് നമ്മുടേതായ ഒരു സങ്കല്പ ലോകത്ത് ജീവിക്കുന്നു. അതാണ് സ്വപ്നലോകം. അവിടെയും നമ്മുടെ ആ പ്രപഞ്ച ബോധം നഷ്ടപ്പെട്ടാലും നഷ്ടപ്പെടാതെ ഞാനെന്ന ബോധം അവിടെയുണ്ട്. അത് പരമാത്മാവാണ്. ഇനി ഗാഠമായ ഉറക്കത്തിൽ, ആ സ്വപ്നത്തിൽ നമ്മൾ സങ്കല്പിച്ച ആ ലോകവും മറഞ്ഞു പോകുന്നു. എന്നാലും അപ്പോഴും നമ്മൾ ഉണ്ട്, ഞാനുണ്ട്, ഞാനായിരിക്കുന്ന പരമാത്മാവ്. അപ്പോൾ ഈ 3 അവസ്ഥയിലും സാക്ഷിയായിരിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ ത്രിദശാധ്യക്ഷ. 536 നാമം മഹാശൃംഗ. മത്സ്യാവതാരത്തിൽ വലിയ യോജന നീളവും വീതിയുമുള്ള ആ മത്സ്യാവതാരത്തിന്റെ വലിയ ശൃംഗം കൊമ്പിലാണ് ഭൂമി ഒരു നൗകയായിട്ട്, ഒരു തോണിയായിട്ട് വന്ന് ആ തോണിയെ പ്രളയജലത്തിൽ കൂടെ ആ മത്സ്യാവതാരമൂർത്തി വലിച്ചു കൊണ്ടുപോകുന്നു. അങ്ങനെ മഹാശൃംഗത്തോട് കൊമ്പ് ഉള്ളവനായി, വലിയ കൊമ്പുള്ളവനായി തീർന്നവൻ എന്ന അർത്ഥത്തിൽ മഹാശൃംഗ. 537 നാമം കൃതാന്തകൃത്. കൃതത്തിന്റെ, തന്നാൽ ചെയ്യപ്പെട്ട ഈ സൃഷ്ടി, ഈ ജഗത്തിന്റെ അന്തത്തെ, അവസാനത്തെ ചെയ്യുന്നവൻ എന്ന അർത്ഥത്തിൽ കൃതാന്തകൃത്. ഇനി അന്തകനായിട്ടുള്ള, കാലസ്വരൂപനായിട്ട് നമ്മൾ യമൻ എന്ന് വിളിക്കുന്ന ആ ദേവനെയും സംഹരിക്കുന്നവൻ, ആ അന്തകനെയും സംഹരിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ കൃതാന്തകൃത്. ഹരിയോം.